രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സമയമാണ്. കാരണം രാത്രി നിങ്ങൾ ഉറങ്ങുന്നു, അതിൻ്റെ ആധാരത്തിലാണ് പിറ്റേ ദിവസം മുഴുവൻ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, രാത്രി ഒരിക്കലും വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഫ്രഷ് ആവാതെ ക്ഷീണിച്ച് തളർന്ന്, ചിലർക്ക് അങ്ങനെയുണ്ട്, ഓവർലോഡ് വർക്കാവുന്ന സമയത്ത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, വന്നോണം വന്നൊരു ഒറ്റ കിടത്താണ്, അങ്ങനെ ഉറങ്ങുക. ഞാൻ എൻ്റെ അനിയൻ പറഞ്ഞത് ഓർമ്മിക്കാവും, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂ മച്ച് വർക്കാവുന്ന സമയത്ത് വന്നിട്ട് ഷൂ പോലും അഴിക്കാൻ മറന്ന് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു, ഞാൻ ഓർമ്മിക്കും. പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യന്മാർ അതിൻ്റെ അടിമയാവാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്, നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ, നമ്മൾ നടന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ വന്നത്. ആ വന്ന കാലിൽ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉറങ്ങാം. ഇത് നോർമലാണെങ്കിൽ എന്നും അങ്ങനെയൊന്നും ആവില്ല. ഒരു 10 മണിക്ക് ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തി ഉറങ്ങേണ്ടതായിട്ടുള്ള ഒരു 11 മണി നമ്മൾ ഉറങ്ങാനൊരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്ത്, ഈ കഴിയുന്ന അത്ര നിങ്ങൾ രാത്രി വൈകി ഉറങ്ങാതെ ഒരു 10-11 മണിക്ക് മുന്നേ ഉറങ്ങുക, രാവിലെ നേരത്തെ ഉണരുക. 4 മണിക്കോ 5 മണിക്കോ ഉണരാൻ പറ്റിയാൽ ദ ബെസ്റ്റ് ടൈമാണ്.